ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ വെയിൽസിലെ 3-ാമത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ വെയിൽസിലെ വീഡിയോസ് ഇതുവരെ കഴിഞ്ഞിട്ടില്ലേന്ന് നിങ്ങൾ വിചാരിക്കും. നമ്മൾ 3-4 ദിവസം നിന്ന വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ ലേറ്റായി പോയതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ദിവസമായിരുന്നു. നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ നടന്നിട്ടുള്ള ഒരു ദിവസമായിരുന്നു. ആദ്യമൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻമെൻ്റ് ആയെന്നുണ്ടെങ്കിലും പിന്നെ തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ കുറച്ച് നല്ല നല്ല സ്ഥലങ്ങളും ഹിഡൻ സ്പോട്ടുകളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയല്ലോ. അപ്പോൾ ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ നമ്മളെ പ്ലാനിൽ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെറ്റീസ് കോടെന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജിൽ നിന്ന് ഏതാണ്ട് 20 മിനിറ്റോളം ബസ്സിൽ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു സ്നോഡൗണിയ എന്ന് പറഞ്ഞിട്ടുള്ള മൗണ്ടൻ ഏരിയയിലാണ് എടുത്തുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ വയ്യാർ വിട്ഫ എന്ന് പറഞ്ഞിട്ടുള്ള മൗണ്ടൻ പീക്കിലോട്ട് ഒരു ഹൈക്കിംഗ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ശരിക്കും. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ എത്തിയപ്പോൾ തന്നെ അറൗണ്ട് 10 മണി 10 ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒന്നും കഴിക്കാതെ വന്നേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു 2 ടൈപ്പ് പാസ്റ്റാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് വാങ്ങി കഴിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞ സംഭവം ഈ വഴി പോയാലുണ്ട് ഡയറക്റ്റ്. ഇവിടെയാണ് വഴി. നമ്മൾ അത്രയും കയറി വന്ന് ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റ് ഒരു 6 മിനിറ്റ് ഉണ്ടാവുള്ളൂ. അത്രേ കയറാൻ പറ്റുള്ളൂ, ബാക്കി കയറാൻ പറ്റില്ല. ഒന്നാമത്തെ റിസ്ക് എടുക്കണ വിചാരിച്ച് ഞാൻ റോക്സ് അട്ടേ ഷൂ വന്നിട്ടെല്ലാം വന്നത്. അപ്പോൾ നമ്മൾ വരുമ്പോൾ ഇത്രയും ഡേഞ്ചറസ് ആണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. മൊത്തം 7 മണിക്കൂറാണ് നമ്മൾ കയറി ഇറങ്ങി വരണമെങ്കിൽ. അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അതായത് ഒട്ടും വയ്യാണ്ട് എനിക്കൊരു 5-6 മിനിറ്റ് നടക്കുമ്പോൾ തന്നെ നമ്മുടെ സീ സൈഡിൽ നിന്ന് 1085 മീറ്റർ ഹൈറ്റിലാണ് കേട്ടോ നമ്മൾ ഈ മൗണ്ടൻ നിൽക്കുന്നത്. അപ്പോൾ അവിടേക്കൊരു ഹൈക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും സെറ്റപ്പായിട്ട് വേണം വരാൻ. നമ്മൾ അങ്ങനെ അല്ലായിരുന്നു വന്നത് കേട്ടോ. നമ്മൾ ഒട്ടും റിസർച്ച് ചെയ്യാണ്ട് വന്നുകൊണ്ട് തന്നെ അത് നടന്നില്ല. പിന്നെ 55 പൗണ്ടും അതുപോലെ തന്നെ 45 പൗണ്ടും അങ്ങനെ 2 ടൈപ്പ് ട്രെയിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ടിക്കറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങോട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ടിക്കറ്റ് ആദ്യം ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഹൈക്കിംഗ് അല്ലാണ്ട് നമുക്ക് ആ പ്ലേസൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിനിൽ പോവാം, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ നമ്മൾ ടിക്കറ്റ് ആദ്യം നോക്കണം. അപ്പോൾ അവിടെ കയറാൻ പറ്റാത്ത ആ വിഷമം നമ്മൾ ആകെ ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടോ. പിന്നെ ഒരു വാട്ടർഫോൾസ് കണ്ടപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഒന്ന് നടന്ന് എക്സ്പ്ലോർ ചെയ്തു. അത് കഴിഞ്ഞ് അടുത്തത് എന്ത് ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ച് നടക്കുമ്പോഴാണ് നമ്മൾ ഈ ലേക്ക് സൈഡ് കണ്ടു കേട്ടോ. അപ്പോൾ ഇവിടെ ഏതായാലും കുറച്ച് നേരം വന്നിരുന്ന് നമുക്ക് ഇവിടെ ഇരുന്ന് പ്ലാൻ ചെയ്യുക, അടുത്തത് എന്താ ചെയ്യുക എന്നുള്ളത് ഇവിടെ ഇരുന്ന് പ്ലാൻ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇവിടെ വന്നിരുന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പീസ്ഫുള്ളായ ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. നമുക്ക് ഭയങ്കരമായിട്ട് ഒരു നമ്മുടെ സങ്കടമൊക്കെ മൊത്തത്തിൽ മാറിപ്പോയി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര മഴ പെയ്തിട്ടോ. നമ്മളാ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് വെയിൽസിലോട്ട് പോണ സമയത്ത് ഭയങ്കര വെയിലായതുകൊണ്ട് തന്നെ നമ്മൾ അതിനുള്ള സെറ്റപ്പൊന്നും നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. റെയിൻ കോട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഭയങ്കര മഴയും കാറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ 2 പേരും നമ്മൾ റെയിൻ കോട്ടൊക്കെ വാങ്ങിച്ചു. അപ്പോൾ UK യിലുള്ളവർക്ക് അറിയാം ഇവിടുന്ന് അൺഎക്സ്പെക്റ്റഡ് ചിലവെന്ന് പറഞ്ഞത് നമ്മളൊരു ട്രിപ്പും കൂടെ പോകാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച ക്യാഷൊന്നും ആവില്ല പൊട്ടിപ്പോകുന്നത്. അപ്പോൾ 2 പേർക്കും റെയിൻ കോട്ടും എല്ലാം കൂടി വാങ്ങിയപ്പോഴത്തേനും നമുക്ക് മൊത്തത്തിൽ ചടച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ദിവസം. പിന്നെ ഇവിടെ കുറച്ച് നേരം ഇരുന്നപ്പോഴാണ് മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷായി ഒരു സുഖം കിട്ടിട്ടോ നമുക്ക് ഇവിടെ ഇരുന്നപ്പോൾ. അങ്ങനെ ഇവിടെ ഇരുന്നപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഇതിന് തൊട്ടടുത്ത് വേറൊരു ട്രെയിൻ പോകുന്നുണ്ട്. അത് ലേക്ക് വ്യൂ ട്രെയിനാണ് കേട്ടോ. ഈ കാണുന്ന ലേക്കിൻ്റെ ചുറ്റുഭാഗം നമുക്ക് അറൗണ്ട് ഒരു 1 hour ട്രെയിൻ ജേർണിയും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. ഇവിടെ ഇറങ്ങി നടന്നപ്പോൾ ശരിക്കും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ പുല്ലും ശരിക്കും പാടത്തോടൊക്കെ നടക്കുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആയി. അപ്പോൾ ഇനി അടുത്തത് ആ ട്രെയിന് നല്ലതാവണേ, അതിൽ നല്ല കാഴ്ചകളൊക്കെ കിട്ടണേ എന്നൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ വിചാരിച്ചിട്ടാണ് കേട്ടോ നടക്കുന്നത്.
അപ്പോൾ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്, ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ പോവുകയാണ്. ഇതാണ് ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ട്രെയിന്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് നമ്മൾ ഇങ്ങനെ പണ്ടത്തെ ഫിലിമിലൊക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നേരിട്ട് കാണുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ കയറിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതിലൊരു 1 hour ട്രാവലിംഗ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഒരുപാട് പേര് അവിടെ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആയിരുന്നു കേട്ടോ. ലൈക്കിൻ്റെ ചുറ്റുഭാഗമല്ല പോകുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ച, നല്ല ഭംഗിയുള്ള ക്ലൈമറ്റ്, നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷായി. എന്നാലും നമുക്ക് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കാത്തൊരു വിഷമം ഉണ്ടെങ്കിൽ കൂടി നമ്മളിതൊക്കെ കണ്ടപ്പോൾ ഒന്ന് ശരിക്കും റീഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ റിട്ടേൺ പോവാണ് കേട്ടോ. അപ്പോൾ എൻജിനിതാ ബാക്കിൽ നിന്ന് മാറ്റി ഫ്രണ്ടിലോട്ട് ഇടുവാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു എൻജിനായിരുന്നു കേട്ടോ അത്. പിന്നെ നമ്മൾ റിട്ടേൺ പോകുന്ന ലാസ്റ്റ് സ്റ്റേഷനിൽ ഇതാ ഒരു 10-15 മിനിറ്റ് നിർത്തി കേട്ടോ. അപ്പോൾ നമുക്ക് ഫോട്ടോസും വീഡിയോസും എല്ലാം വേണമെങ്കിൽ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോഴാണ് ശരിക്കും ഞാൻ എൻജിനെ കാണുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഇറങ്ങി എൻജിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു നല്ല രസമുള്ള ഒരു ട്രെയിൻ അല്ലേ. ഫ്രീ എൻട്രി ഒന്ന് കണ്ടിട്ടോ. ഒരു മ്യൂസിയം തോന്നുന്നുണ്ട്, പഴയ ട്രെയിനിൻ്റെ പാർട്സൊക്കെ വെച്ചിട്ടുള്ളതാണ് തോന്നുന്നത്. കറക്റ്റ് 1 hour ട്രെയിൻ ജേർണി കഴിഞ്ഞ് റിട്ടേൺ പോകുമ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ മ്യൂസിയം കാണുന്നത്. ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. 19th സെഞ്ച്വറിയിലെ വെയിൽസിലെ ആൾക്കാരുടെ പ്രധാന വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് കൊറിയയിലായിരുന്നു. അപ്പോൾ അവിടുന്ന് കിട്ടുന്ന കല്ലുകളും കാര്യങ്ങളൊക്കെ അവർ ഈ ഫാക്ടറി വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നതും പിന്നെ പല കാര്യങ്ങളും ഉണ്ടാക്കി സെല്ല് ചെയ്യുന്നത്. അപ്പോൾ പണി നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഫാക്ടറി ക്ലോസ് ചെയ്യുന്നത്. പിന്നീട് കാലത്താണ് ഇത് മ്യൂസിയം ആക്കിയിട്ട് ഇവർ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങളും മെഷീനുകളും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ടൈം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത്ര കാര്യങ്ങളാണ് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വെയിൽസിലെ 3ാമത്തെ ദിവസമാണെന്ന്. അപ്പോൾ ഇൻട്രോ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ അതൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് വിഷമമായിട്ടോ. നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും നടക്കാത്ത കാരണം കുറച്ച് നമുക്കിങ്ങനെ ഒരു വിഷമം പോലെ തോന്നി. നമ്മൾ വിചാരിച്ച് വന്നത് ഹൈക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ടാണ്. അത് മൊത്തത്തിൽ 7 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ കയറി ഇറങ്ങി വരുമ്പോഴത്തേനും മൊത്തം 7 hour ട്രാവലിംഗ് ഉണ്ട്. പിന്നെ അതിനെ പറ്റി കോസ്റ്റ്യൂം വേണമെന്ന് പറഞ്ഞു. കോസ്റ്റ്യൂം മീൻസ് നമ്മൾ ജാക്കറ്റ്, അതുപോലെ ഷൂസ് എല്ലാം വേണമെന്ന് പറഞ്ഞു. ഞാനെന്നുവെച്ചെങ്കിൽ എൻ്റെ പൊട്ടത്തരം കൊണ്ട് ഞാൻ ക്രോക്സിൻ്റെ ചെരുപ്പിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് കുറച്ചും കൂടി നടക്കാൻ കംഫർട്ടബിൾ ക്രോക്സിൻ്റെ ചെരുപ്പായതുകൊണ്ട് ഞാൻ അതിട്ടിട്ടാണ് വന്നത്. ഓൾറെഡി ഞാനൊരു ബൂട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇന്നലത്തെ ദിവസം മൊത്തം അതിട്ടിട്ട് നടന്നിട്ട് എൻ്റെ കാലൊക്കെ പണി കിട്ടിയിട്ട് ഞാൻ ക്രോക്സിൻ്റെ ചെരുപ്പ് ഇട്ടാണ് വന്നത്. അപ്പോൾ അതിട്ടിട്ട് കയറാനും റിസ്ക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ കടകടാന്തരം മൊത്തം ഞങ്ങൾ തിരഞ്ഞ് നടന്നു ക്രോക്സിൻ്റെ ചെരുപ്പ് കിട്ടാൻ വേണ്ടി. പക്ഷേ അത് കിട്ടി, ഷൂ വാങ്ങിക്കാൻ വേണ്ടി മൊത്തം നടന്ന്. പക്ഷേ ഷൂ എൻ്റെ സൈസിന് കിട്ടില്ല. എൻ്റെ സൈസ് UK സൈസ് 5 ആണ്. ഇവിടെ എവിടെയും ഇല്ല, 6ഉം 7 ഒക്കെയാണ് ഉള്ളൂ. അപ്പോൾ അത് കിട്ടിയില്ല. എന്നിട്ട് ഞാൻ പകുതി നടന്ന് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ പകുതി ഒരു 7 മിനിറ്റ് നടന്ന് നിങ്ങൾ റിട്ടേൺ വന്നു. പിന്നെ അത് നടന്നില്ല. പിന്നെ നമ്മൾ വിചാരിച്ച് ട്രെയിനിന് പോകാനാണെന്നുണ്ടെങ്കിൽ 2 ടൈപ്പ് ട്രെയിൻ ഉണ്ട്. ഒന്ന് സ്റ്റീമിഡും പിന്നെ നമ്മളെ നോർമലും. വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതുപോലെ സ്റ്റീമിഡ് പോവുകയാണെങ്കിൽ 55, അഡൾട്ട് സിംഗിളായിട്ട് 55, അപ്പ് ആൻഡ് ഡൗൺ 55, മറ്റത് 45 പൗണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ടിക്കറ്റ് എടുക്കാത്ത കാരണം നമ്മൾ രണ്ടാമത് ഒരു 12 മണി ആയപ്പോൾ നമ്മൾ പോയി വെക്കുമ്പോൾ ലാസ്റ്റ് 12:30 പിന്നെയുള്ളതൊക്കെ ബുക്കിംഗ് ആണ്. പിന്നെ അടുത്ത ദിവസം നാളെയാണ് ബാക്കി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ നിർത്തി വെച്ചു. അപ്പോൾ അതിൽ നമുക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് രണ്ടും നടക്കുക. അതുകൊണ്ട് നമ്മൾ ആകെ ഒന്നിരിക്കൽ ട്രെക്കിങ് പോവുക, അത് പറ്റിയില്ലെങ്കിൽ ട്രെയിൻ പോവുക, ഇങ്ങനെയാണ് വിചാരിച്ച് വന്നത്. അത് രണ്ടും നടന്നില്ല. പിന്നെ ഇവിടെ വന്നപ്പോഴാണെങ്കിൽ മഴ, നമ്മൾ കോസ്റ്റ്യൂം ഇതൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേർക്കും കോട്ടും വാങ്ങിച്ച് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. പോരാത്തതിന് നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. പക്ഷെ 1, 2, 3 സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ നടന്നിട്ട്
ഹിഡൻ സ്പോട്ട് എന്നൊക്കെ പറയില്ല, അതുപോലത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ ഇതിൽ കണ്ടിട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കണം. പിന്നെ എല്ലാതും നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയാണ് ഒക്കെ ഒരേപോലത്തെ സ്ഥലമായിട്ടാണ് തോന്നുന്നത് നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ എല്ലാം ഡിഫറെൻ്റ് ആണ്. ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം കൂടുതൽ ബീച്ച് ഏരിയ ആണ്. അപ്പോൾ ഇതേപോലത്തെ സെറ്റപ്പ് ഒന്നുമല്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വെയിൽസ് വന്നിട്ട് 3ാമത്തെ ദിവസം ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാളെ ഇൻഷാല്ലാ നമ്മൾ റിട്ടേൺ. അപ്പോൾ നാളെ എവിടെ പോകണമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ നാളത്തെ ഒരു വീഡിയോ കൂടി വെയിൽസിത്തത് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾ സജഷൻസൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എന്തൊക്കെയാണ് വീഡിയോയിൽ പോരായ്മയായിട്ട് തോന്നിയത്, വോയിസ് കുറവാണോ, എന്താ നിങ്ങളുടെ സജഷൻസൊക്കെ ഇതിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ പുതിയ വീഡിയോസായിട്ട് പിന്നെ വരാം കേട്ടോ. ബൈ.